ഗൈസ് ഫൈനലി മലൈക്കോട്ടെ വാല്യൂം റിലീസായി. നല്ലപോലെ മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നത്. എന്നാൽ ഞാൻ എൻ്റെ കാര്യം അങ്ങോട്ട് പറയാം, എനിക്ക് പടം നല്ല ഇഷ്ടമായി. LJPയും ലാലേട്ടനും കൂടെ ചേർന്ന് ഇന്ത്യൻ സിനിമ കാണാത്ത തരത്തിലുള്ളൊരു സിനിമ തന്നിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ ഈ ജപ്പാനീസ് സിനിമകളും ആനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ജപ്പാനിൽ മാത്രമാണോ ഇത്തരം മുത്തശ്ശി കഥകളൊക്കെ ഉള്ളത് എന്ന്. എന്നാൽ അതുപോലെ ഒരു കഥ, ഒരു അമർ ചിത്രകഥ വായിക്കുന്ന പോലെ കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് മലൈക്കോട്ടെ വാലിബൻ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ വേൾഡ് ബിൽഡ് ചെയ്ത് പതിയെ അതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഇതുപോലൊരു സിനിമ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. സംഭവം നമ്മുടെ അക്കിറ കുറോസാവയുടെ ഒക്കെ പടങ്ങൾ പോലെയാണെങ്കിലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വിഷ്വലി സ്റ്റണ്ണിങ്, ഒന്നും പറയാനില്ല. ഓരോ വിഷ്വൽസും മാരകമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. വെസ് ആൻഡേഴ്സന്റെ മൂവീസൊക്കെ കാണുന്നവർക്ക് അറിയണ്ടായിരിക്കും, ഓരോ ഫ്രെയിമിലെയും സിമ്മട്രി ഒക്കെ അത്രയും ബ്യൂട്ടിഫുൾ ആയി എടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിലും. ലാലേട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ റോള് ചെയ്യാൻ വേറെ ആരും ഇവിടെ ഇല്ല. അത്രയും ആപ്റ്റായ ഒരു ക്യാരക്ടറാണിത്. സ്ക്രീൻ അങ്ങനെ നിറഞ്ഞു നിൽക്കണ പുള്ളി. മൂവിയുടെ ലാസ്റ്റ് ഇമോഷണൽ രംഗങ്ങളിൽ മാത്രം എവിടെയൊക്കെയോ ഒരു കണക്ഷൻ കിട്ടാത്ത ഫീൽ ഉണ്ടായി എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് മൂവി. ഞാൻ നേരിട്ട് ചോദിച്ച പലരും പറഞ്ഞത് ലാഗാണ് എന്നൊക്കെയാണ്. എന്നാൽ എനിക്ക് ലാഗ് ഫീൽ ചെയ്തതേ ഇല്ല. കാരണം ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് സ്ലോ പേസ് ആയാലേ പറ്റുള്ളൂ. സിനിമയുടെ മ്യൂസിക് ടോപ്പ് നോച്ച് ആണ്. ശരിക്കും ലാലേട്ടിൻ്റെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ഒരു ആജാന ബഹു ക്യാരക്ടറിന് ഇതിലും മികച്ചതായ ഒരു BGM ഇനി ഇട്ട് കൊടുക്കാനില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ പടം ഹിറ്റ് ആവാനൊന്നും പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം പകുതിയിൽ കൂടുതൽ പേർക്കും പടം വർക്കായിട്ടില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു സിനിമ ഫാമിലിക്ക് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ശരിയാണോ എന്നറിയില്ല, എന്നാലും അത്തരത്തിൽ കണ്ട് ചിരിച്ച് ത്രില്ലടിച്ചൊക്കെ കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണിത്. ഇനിയെങ്ങാൻ ഈ സിനിമയ്ക്ക് പുറത്ത് കുറച്ച് റെക്കഗ്നേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. മൂവി കാണാത്തവരോട് ഇത് ഫാൻറ്റസി ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇത് പോയി ഇത് നിജം എന്നൊക്കെ. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് ഒരു വട്ടം കൂടെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെയും ഒരുപാട് ഹിഡൻ ഡീറ്റെയിലിംഗ് ഉള്ള മൂവിയാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം കഥയിൽ ഒരുപാട് മെറ്റഫേഴ്സ് കാണാൻ കഴിഞ്ഞു. അതുമാത്രമല്ല ഇതിൽ വന്നു പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിന് കുറേ മിസ്റ്ററീസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും മീനിങ്ങോ ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാ LJP മൂവിക്കും എന്തെങ്കിലുമൊക്കെ ഒരു യൂണിവേഴ്സൽ തീം പറയാനുണ്ടായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏത് തരം ഓഡിയൻസിൻ്റെ കൂടെയാണോ നിങ്ങൾ സിനിമ കാണുന്നത് അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ അഫക്റ്റ് ചെയ്യും. സോ നല്ല ഏതെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണുക, കമൻ്റ് അടിക്കാരെ മൈൻഡ് ചെയ്യരുത്. സോ ദിസ് ഈസ് മൈ റിവ്യൂ ഓഫ് മലൈക്കോട്ടെ വാലിബൻ. നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. മൂവി റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് ചാനലിൽ ഇടാറ്. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.